എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് നമ്മുടെ രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകി ചില പ്രമുഖരെ ആദരിച്ചിരുന്നു. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മഹാനടനായ മമ്മൂട്ടി, ജസ്റ്റിസ് KT തോമസ്, കലാമണ്ഡലം നൃത്താധ്യാപികയും നർത്തകിയുമായ കലാമണ്ഡലം വിമല മേനോൻ, മറ്റൊരാൾ പി നാരായണൻ, വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയതിലൂടെ സത്യത്തിൽ ഈ കഴിഞ്ഞ 10 വർഷമായി അർഹതപ്പെട്ടവർക്ക് മാത്രം നൽകിക്കൊണ്ടിരുന്ന പത്മ പുരസ്കാരങ്ങൾക്ക് വളരെയേറെ അപമാനം ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു. കാരണം പലതാണ്. അതിൽ പ്രധാന കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ ഏറെ നാളുകൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ അധിക്ഷേപിച്ച് സംസാരിച്ചതാണ്. പത്മ പുരസ്കാരങ്ങളെ പണം കൊടുത്താൽ ഏതൊരു പട്ടിക്കും ലഭിക്കുന്നതാണ് പത്മ പുരസ്കാരം എന്നാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത്. അതായത് പണം കൊടുത്ത് പട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പുരസ്കാരമാണ് ഈ പത്മ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞ ഈ വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം കൊടുത്ത് എന്തർത്ഥത്തിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ആദരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്രത്തിൽ നിന്നും സത്യത്തിൽ ജനങ്ങളോട് വിശദീകരണം നൽകേണ്ട സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തിന് ഈ പത്മ പുരസ്കാരം ലഭിക്കാൻ കാരണം ഈ കേരളത്തിലെ BJP നേതാക്കളുടെ ഇടപെടലാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സംഭാവന നൽകാത്ത ഒരാൾ, അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? വളരെയേറെ ഹിന്ദു സമാജത്തിന് തന്നെ വളരെയേറെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ കാര്യം തന്നെ, യുവതീ പ്രവേശ സമയത്ത് നവോത്ഥാന പ്രസ്ഥാനം എന്നും പറഞ്ഞ് പിണറായി വിജയൻ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ എന്താണ് വനിതാ മതിൽ ഉണ്ടാക്കി, വനിതാ മതിൽ നിർമ്മിച്ചു. എന്തിന്? ശബരിമലയെ ആചാരങ്ങൾ തകർക്കുന്നതിനായി അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നവോത്ഥാന എന്ന പേരിലാണ് അദ്ദേഹം ഈ വനിതാ മതിൽ സംഘടിപ്പിച്ചത്. ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ആളാണ് നമ്മുടെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ. ആ ഒരു പ്രവൃത്തിക്കാണോ ഇനി പത്മ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശന് നൽകിയത്? അതോ ഇത് കാശ് കൊടുത്താൽ പട്ടികൾക്ക് വാങ്ങി നൽകുന്ന പുരസ്കാരമാണ് എന്ന് പറഞ്ഞ് ഇതിനെ അധിക്ഷേപിച്ചതിന് വേണ്ടിയാണോ പത്മ പുരസ്കാരം നൽകിയത്? അതോ അദ്ദേഹം മഹാനായ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച, അദ്ദേഹം അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന ഈ SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ സ്വന്തം കുടുംബത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ ഈ പത്മ പുരസ്കാരം ലഭിക്കാനുള്ള ആ ഒരു മാനദണ്ഡമായി സ്വീകരിച്ചത്? നമുക്കറിയാം, SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ, SNDP യോഗം തന്നെ SN ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ്, ഇതുപോലുള്ളവർ ആണ് ഇതിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളിലിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിണിയാളുകളായിട്ടുള്ള കുറേ പേരെയും ആ സ്ഥാനത്തിരുത്തിയിരിക്കുന്നു. അതാണോ ഇനിയും ഈ പത്മ പുരസ്കാരം നൽകാൻ മാനദണ്ഡമായി സ്വീകരിച്ചത്? അല്ലാതെ എന്താണ് അദ്ദേഹം ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കാൻ, ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകേണ്ടിയിരിക്കുന്നു. അവർക്ക് ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ. അതോ ഇനി
ഒരു മൈക്രോ ഫൈനാൻസ് പദ്ധതിയുടെ പേരിൽ ഈ മഹേശൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനോട് ഇപ്പോൾ ഏറെ നിന്ന് സഹകരിച്ച ആ വ്യക്തിയുടെ ആത്മഹത്യയിലുള്ള ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമാണോ, അതേപോലെ ശാശ്വതികാനന്ദ സ്വാമികളുടെ ദുരൂഹമായ മരണത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണമാണോ, ഏതാണ് പത്മപുരസ്കാരം നൽകാൻ ഇദ്ദേഹത്തിന് യോഗ്യത നേടിക്കൊടുത്തത് എന്നുള്ള കാര്യം കേരളത്തിലെ BJP നേതൃത്വവും കേന്ദ്ര സർക്കാരും തീർച്ചയായും ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചേ മതിയാകൂ. കാരണം അത്രമാത്രം ജനങ്ങളുടെ ഉള്ളിൽ സംശയമാണ് വെള്ളാപ്പള്ളി നടേശന് ഈ പത്മപുരസ്കാരം നൽകിയതിലൂടെ ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ, G. സുകുമാരൻ നായർ എന്നീ 2 പേർ ഇതേപോലുള്ള ആദരങ്ങൾ ലഭിക്കാൻ ഒരർഹതയും ഇല്ലാത്തവരാണ്. സുകുമാരൻ നായർ ഇതേപോലെ പുരസ്കാരങ്ങളെ ഒന്നും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പലപ്പോഴും പല വിവരക്കേടുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ശബരിമല അയ്യപ്പ സംഗമത്തിൽ അതുവരെ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹം പിണറായി വിജയൻ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ അയ്യപ്പ സംഗമത്തെ സഹകരിച്ചതോടുകൂടി ആ ഒരു സംഗമത്തിൽ സഹകരിച്ചതോടുകൂടി ശബരിമലയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. ആചാര സംരക്ഷണത്തിന് വേണ്ടി വളരെയേറെ ശ്രമിച്ച അദ്ദേഹം, വളരെയേറെ പ്രവർത്തിച്ച അദ്ദേഹം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതോടുകൂടി ശബരിമലയ്ക്കെതിരും ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരുമായിട്ട് പ്രവർത്തിച്ച പ്രവൃത്തിയാണ് അദ്ദേഹം കാണിച്ചത്. അങ്ങനെയും അതുകൂടാതെ അദ്ദേഹം ഈ NSS എന്ന് പറയുന്ന മഹാനായ മന്നത്താചാര്യൻ പടുത്തുയർത്തിയ NSS എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉന്നതിക്കായി മാത്രം ഉപയോഗിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോരായ്മയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആശ്രിതരെ പോലെ ചുറ്റിപ്പറ്റി നടക്കുന്നവർ, അങ്ങനെയുള്ളവർക്കെല്ലാം ഈ NSSൽ ജോലി കൊടുത്ത് അവരെ മാത്രം രക്ഷിച്ചു നിർത്തി ഈ നായർ സമുദായത്തിൽപ്പെട്ട ഒരു അർഹതപ്പെട്ട ഒരു പാവപ്പെട്ടവന് ഒരു ജോലി കൊടുത്ത് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാതെ സ്വന്തം താല്പര്യത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇതേപോലുള്ള പുരസ്കാരങ്ങളെ ഇതുവരെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും അദ്ദേഹവും ഈ വെള്ളാപ്പള്ളി നടേശനും ഇതേപോലുള്ള ഒരു പുരസ്കാരവും ഒരു ആദരവും അർഹിക്കുന്നവരല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നടങ്കം അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടുകൂടി വെള്ളാപ്പള്ളി നടേശന് ഈ പത്മ പുരസ്കാരം നൽകിയത് സത്യത്തിൽ രാജ്യത്തോട് തന്നെ ചെയ്ത ഒരു രാജ്യത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, രാജ്യത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി പോയി എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞ 10 വർഷമായി ഈ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് അത്രമാത്രം അർഹതപ്പെട്ടവർക്കായിരുന്നു. എന്നാൽ മുമ്പ് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അങ്ങനെയായിരുന്നില്ല. അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക്, അവരുടെ പിണിയാളുകൾക്ക്, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന ആൾക്കാർക്ക്, അനർഹരായിട്ടുള്ളവർക്കും നിരവധി പേർക്കാണ് ഈ പുരസ്കാരം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ പത്മ പുരസ്കാരങ്ങളുടെ അല്ലെങ്കിൽ ഭാരതരത്നം പോലുള്ള പുരസ്കാരത്തിൻ്റെ ഒക്കെ ശോഭ കെടുത്തുന്ന രീതിയിലായിരുന്നു കോൺഗ്രസ്സുകാർ നൽകിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നൽകിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റമായിരുന്നു മുമ്പ് നമ്മളെല്ലാം ബഹുമാനപൂർവ്വം അടൽജി എന്ന് വിളിക്കുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്തും, അദ്ദേഹം കുറച്ച് കാലമേ 6 വർഷം മറ്റേ ഭരിച്ചിട്ടുള്ളൂ. അന്നും അതിനുശേഷം 2014 മുതൽ ഇന്നേ വരെ ഭരിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദിയും ഈ പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അതായത് തികച്ചും അർഹതപ്പെട്ടവർ, സമൂഹത്തിന് വേണ്ടി
മഹത്തായ സേവനങ്ങൾ നൽകിയവർക്ക് മാത്രമായിരുന്നു ഈ കഴിഞ്ഞ ഈ മേൽ പറഞ്ഞ കാലങ്ങളിൽ ഈ പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അടൽജിയുടെ കാലത്തായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു 10-12 വർഷമായി നരേന്ദ്രമോദിയുടെ ഭരണത്തിനും കീഴിലും ഇതുവരെ നൽകിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ അതിൻ്റെ എല്ലാം ശോഭ കെടുത്തുന്ന രീതിയിലായിപ്പോയി വെള്ളാപ്പള്ളി നടേശന് ഈ പത്മ പുരസ്കാരം നൽകിയതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. അത് ഒഴിവാക്കാവുന്ന കാര്യമായിരുന്നു. അത് തന്നെയുമല്ല, ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം, ഈ VM സുധീരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കത്തെഴുതിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്. മഹേശൻ്റെ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതായത് അതിനകത്ത് പ്രതിസ്ഥാനത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും മഹേശൻ്റെ കുടുംബവും പറയുന്നതും വെള്ളാപ്പള്ളി നടേശനാണ് ഇതിന് പിന്നിൽ. അദ്ദേഹം മൈക്രോ ഫിനാൻസിൽ നടത്തിയ തട്ടിപ്പ് മഹേശൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ്. ആ ഒരു അപമാനവും എല്ലാം കാരണമാണ് ഈ മഹേശൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് ആ കുടുംബവും പറയുന്നത്, നമ്മുടെ സുധീരനും പറയുന്നത്. ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നേ ആ കുടുംബം പരാതി നൽകിയിരുന്നെങ്കിലും ഈ പരാതിക്കാരനെതിരെ നടത്തിയ അന്വേഷണമല്ലാതെ പരാതിക്കാരൻ്റെ കുടുംബത്തിൽ കയറി പോലീസ് അന്വേഷണം നടത്തിയിട്ടും അവർ പ്രതിസ്ഥാനത്ത് ചൂണ്ടിക്കാട്ടിയിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. പിണറായിയുടെ പോലീസ് തയ്യാറായില്ല. പിണറായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലമായിരിക്കാം പൂർണ്ണമായും പിണറായിയെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പിണറായി വിജയനെ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നടപടികൾക്കെതിരെ പ്രതികരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നിലപാടെടുത്തിരുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കിയ കാര്യമാണ്. VS അച്യുതാനന്ദൻ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ആ അന്വേഷണത്തിന് അദ്ദേഹം പരാതി നൽകിയിരുന്നു. അദ്ദേഹം അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അന്നും അതിനെതിരായിട്ട് നിന്നത്, വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് നിന്നത് പിണറായി വിജയനാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ പല ദുരൂഹതകളും ഉണ്ടെന്നാണ് കേരള സമൂഹം ആരോപിക്കുന്നത്. ഇങ്ങനെ ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് പത്മ പുരസ്കാരം കൊടുത്തത് വളരെയേറെ മോശമായി പോയി എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഇനിയും നമ്മുടെ VM സുധീരൻ്റെ ആ പരാതി പ്രകാരം ഒരു അന്വേഷണം നടത്തി എന്നിരിക്കട്ടെ. അന്വേഷണം നടത്താൻ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അതിൻ്റെ പിന്നിലെ സത്യം പുറത്തു വന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്തെത്തി എന്നിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ ഈ പത്മ പുരസ്കാരത്തിൻ്റെ ആ ശോഭ തീർത്തും ഇല്ലാതാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ സംശയിക്കുന്നത് എന്തായിരിക്കും? ഈ പത്മ പുരസ്കാരങ്ങൾ ഇതേപോലുള്ളവർക്കാണ് ഇതിനു മുമ്പും കൊടുത്തുകൊണ്ടിരുന്നത് എന്നല്ലേ ജനങ്ങൾ ചിന്തിക്കും. ആ പുരസ്കാരത്തിൻ്റെ ആ ഒരു പവിത്രത അതോടുകൂടി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുക. ഇതെങ്കിലും ചിന്തിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതൊഴിവാക്കാമായിരുന്നു. ഇനിയും അദ്ദേഹത്തിന് പത്മ പുരസ്കാരം നൽകിയാൽ അദ്ദേഹം BJPക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കും എന്നാണോ കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്? ഒരിക്കലും അദ്ദേഹം ആ ഒരു നിലപാടെടുക്കുകയില്ല. കാരണം അദ്ദേഹം ഇതുവരെയും BJPക്കെതിരായിട്ടല്ലാതെ അനുകൂലമായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്താൽ പോലും അദ്ദേഹം BJPക്ക് അനുകൂലമായിട്ട് അദ്ദേഹം നിൽക്കുകയില്ല. അതേപോലെ തന്നെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ
നടപടികൾ, അതായത് കോൺഗ്രസിൻ്റെ ഈ മുസ്ലിം പ്രീണനത്തിനെതിരായിട്ട് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് താനാണ് അവരുടെ രക്ഷകൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനയല്ലാതെ അതിനകത്ത് ഒരു ആത്മാർത്ഥതയും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കാരണം അങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും പിണറായി വിജയനോടൊപ്പം നിന്ന് ഈ ഹൈന്ദവ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ലായിരുന്നു. അന്ന് ഇതിനെ ശക്തമായി എതിർക്കുമായിരുന്നു. അന്ന് പിണറായി വിജയൻ രൂപീകരിച്ച നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കുകയില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകാം, അദ്ദേഹം ഒരിക്കലും ഈ പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ ഈ മുസ്ലിം പ്രീണന നയത്തിനെതിരെ പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും കോൺഗ്രസ്സിന് അധികാരത്തിൽ വരരുത്, ഇടതുപക്ഷത്തിനെ തന്നെ ഇതിനകത്ത് ഉറപ്പിച്ചു നിർത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ അദ്ദേഹത്തിന് ഹിന്ദു സംസ്കാരം നിലനിർത്തണമെന്നോ അതിന് കോട്ടം തട്ടരുതെന്നോ അതിൻ്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കണമെന്നോ ഉള്ള ഒരാഗ്രഹവും അദ്ദേഹത്തിനില്ല എന്നുള്ളതും ഈ ഹിന്ദു സമൂഹം, കേരളത്തിലെ ഹിന്ദു സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അങ്ങനെ ആയതുകൊണ്ടാണ് ജനങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകി ഈ പത്മ പുരസ്കാരങ്ങളെ അപമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനിയും ഈ സമുദായങ്ങളെ, ഈ SNDP അല്ലെ NSS എന്നീ സംഘടനകളെ അവർ ഗുരുദേവൻ്റെ കാലത്തായാലും കുമാരനാശാൻ്റെ കാലത്തായാലും ഡോക്ടർ പൽപൂലിൻ്റെ കാലത്തായാലും അവരൊക്കെ ഈ SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിരുന്നു. അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. അതേപോലെ തന്നെ മന്നത്താചാര്യൻ്റെ കാലം മുതലിങ്ങ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ കാലം വരെ NSSഉം ഈ സമൂഹത്തിനും രാജ്യത്തിനും വളരെയേറെ നന്മകൾ നൽകിയിരുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ രണ്ട് സംഘടനകളെ ആദരിക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മന്നത്താചാര്യനും ഗുരുദേവനും ഭാരതരത്ന നൽകി ആദരിക്കാമായിരുന്നു. അവർക്ക് അങ്ങനെ ഈ പുരസ്കാരം നൽകിയിരുന്നുവെങ്കിൽ ആ സംഘടനകൾക്ക് ഒരു വളരെ വലിയ ഒരു ആദരവായിരുന്നു ലഭിച്ചിരുന്നത്. അല്ലാതെ ഈ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായർക്കോ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ നൽകിയതുകൊണ്ട് ആ സംഘടനകളെ ആദരിക്കുന്നതിന് പകരം അപമാനിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും NSSനെ അങ്ങനെ അപമാനിക്കുന്നതിനായിട്ട് സുകുമാരൻ നായർക്ക് പുരസ്കാരം നൽകാതിരുന്നത് വളരെ നന്നായി എന്ന് മാത്രമേ ഇത്തരണത്തിൽ ആ ഒരു തെറ്റ് മാത്രം കേന്ദ്രം കാണിച്ചില്ല എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.